നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളത്തിലുള്ള വചനം വഴി ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി ഉറപ്പുണ്ടാകും. ഒരനുഭവം പറഞ്ഞ് ദൈവവചനത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒരു 7-8 വർഷത്തിനുള്ളിൽ ഞാൻ കടന്നുപോയി. ഇപ്പോഴല്ല, നേരത്തെ കടന്നുപോയി. മനസ്സിനെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും മെന്റൽ ഡ്രോമ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഈ പ്രശ്നങ്ങൾ സമയങ്ങളിൽ ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കിയെന്നല്ലാതെ അതെന്റെ മനസ്സിനകത്ത് പോലും എടുത്തു പറയാൻ തക്കവണ്ണം ഇല്ല. ആമേൻ. ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം, ഈ ദിവസങ്ങളിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ അനുഭവങ്ങൾ, ആ സാഹചര്യം വിട്ടവർ പുറത്തു വന്നിട്ടും അവരനുഭവിച്ച ആ അനുഭവത്തിന്റെ എഫക്റ്റ് അതവിടെ കിടക്കുക. അത് ഭയങ്കര പ്രയാസത്തിനും ഭയങ്കര രോഗങ്ങൾക്കും ഡിപ്രഷനും ഒക്കെ കാരണമായിക്കൊണ്ടിരിക്കുക. ഇതൊരു ഭയങ്കര വിഷയം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിനകത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളതോ ഇനി ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള തികഞ്ഞ ബോധത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ദൈവവും വചനവും ഉണ്ടായിരിക്കണം. എനിക്ക് തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നങ്ങൾക്കും ആ ഒരു സാഹചര്യങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസം അല്ലാതെ ആ വിഷയത്തിന് എൻ്റെ മേൽ ആധിപത്യം ചെലുത്താൻ കഴിഞ്ഞില്ല. ഒരു രാത്രി വന്നിട്ട് അടുത്ത പകലിലേക്കാകുന്നത് പോലെ അത് കഴിഞ്ഞുപോയി. ഇയ്യോബിന്റെ ലൈഫിനകത്തൊക്കെ നാം പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് സഹിക്കാൻ കഴിയാതെ വണ്ണം ഇയ്യോബിനോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 140 വർഷം ആ മനുഷ്യൻ ജീവിച്ചിരുന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ കഷ്ടതയാണെന്ന് വിചാരിക്കും. ഏകദേശം 9 മാസം ഉണ്ടാവുള്ളൂ. വെരി നിസാര. അത് പറഞ്ഞു വരുമ്പോൾ, ചിന്തിച്ചു വരുമ്പം കഷ്ടതയുടെ ലൈഫ് ഭയങ്കരവും ജീവിതത്തിന്റെ ലൈഫ് വളരെ ചെറുതുമാണ്. പക്ഷെ നേരെ തിരിച്ചാണ്. ഹല്ലേലൂയ. വളരെ ഷോർട്ട് ടൈമിൽ മാത്രമാണ് അദ്ദേഹം കഷ്ടത അനുഭവിക്കാനിടയായിത്തീർന്നത്. 140 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്ന ബാക്കി എല്ലാം അനുഗ്രഹത്തിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ മേലാണ്. ആമേൻ. ഈ വായിക്കുന്ന ശൈലി കൃത്യമായാൽ ഇത് നമുക്ക് മനസ്സിലാകാനിടയായിത്തീരും. യോസഫിന്റെ ലൈഫ് നമുക്ക് പഠിക്കാൻ കഴിയും. യോസഫ് ഏകദേശം 40 വർഷത്തോളം മിസ്രൈമിലെ മന്ത്രിയായി ഭരിച്ചു എന്നാണ് ചരിത്രം തൽമൂദുകൾക്കകത്ത് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ തന്റെ ലൈഫിന്റെ ഏറ്റവും ഒരു ഷോർട്ട് ടൈം പീരീഡ് മാത്രമാണ് തന്റെ ലൈഫിനകത്ത് എന്തുള്ളത്? കഷ്ടതയുള്ളത്. ഇത് പറഞ്ഞു വരുമ്പോൾ അവർ അനുഭവിക്കപ്പെട്ട നന്മയും അനുഗ്രഹമൊക്കെ മുങ്ങിപ്പോവും. കഷ്ടത മാത്രം എന്തോ നമുക്ക് ഈ ബൈബിളിനകത്ത്, മലയാളം ബൈബിളിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു പദമുണ്ട്, പോരാട്ടം. എന്താണ് പോരാട്ടം എന്നൊരു പദമുണ്ട്. ആ പദമൊക്കെ വളരെ മിസ്ഗൈഡ് ചെയ്താണ്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത ആൾക്കാർ മനസ്സിലാക്കുന്നത്. സുവിശേഷത്തോടുള്ള ബന്ധത്തിലൊക്കെ ഈ പൗലോസ് പോരാട്ടം എന്ന് പറഞ്ഞത് അധ്വാനം എന്ന ഭാഷയായിരുന്നു. ഞാൻ ഏറ്റവും നന്നായി സുവിശേഷത്തിനായി അധ്വാനിച്ചു എന്ന പദമാണ്. ഞാൻ പോരാട്ടം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ